ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ പാവക്ക എന്ന് കേൾക്കുമ്പോഴത്തേക്കും പലർക്കും എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണ്. കാരണം അതിൻ്റെ കയ്പ് തന്നെയാണല്ലേ എല്ലാവരും ഒന്ന് പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ പാവക്ക ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. പാവക്ക തോരൻ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ പാവക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതും ഇതേപോലെ അച്ചാറുണ്ടാക്കുന്നതും. അപ്പോൾ നമുക്കിന്ന് പാവക്ക അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? അതും ഒരു തരി കയ്പില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ. അപ്പോൾ ഇതിനെ പാവക്ക എന്നല്ലോ എന്ന സത്യത്തിൽ പറയുന്നതിന് കയ്പക്ക എന്നാണ് പറയുന്നത്. അതായത് ഇത്തിരി കയ്പ് കൂടുതലാണ്. നമ്മുടെ നാടൻ പാവക്കനേക്കാളും ഇത്തിരി കയ്പ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതിനെ അങ്ങനെ എടുത്തിട്ട് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഉപ്പും പുരട്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെയിലത്ത് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൽ കയ്പ് ഒരു പകുതിയോളം മാറിക്കിട്ടാൻ പോകുന്നത്. പിന്നെ വെയിലിൻ്റെ പവർ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് വെയിലത്ത് വെക്കാം. അപ്പോൾ വെയിലത്ത് ഒരു ദിവസം വെച്ച് ഇതേപോലെയാണ് പിന്നീട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാൻ പോണേ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണെന്നൊക്കെ സാധനങ്ങളൊക്കെ കണ്ടു. അത് കടുകുണ്ട്, ഉലുവയുണ്ട്, കറിവേപ്പിലുണ്ട്, പിന്നെ പാവക്കയുണ്ട്, അതേപോലെ തന്നെ അച്ചാർ പൊടിയുണ്ട്, പച്ചമുളകുണ്ട്, മുളക് പൊടിയുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വിനാഗിരി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കുഞ്ഞു ചട്ടി അടപ്പത്തേക്ക് വെക്കാം. പിന്നെ ആവശ്യമുള്ള അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും പൊട്ടിച്ച് മാറ്റാം. അപ്പോൾ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മളുടെ വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെയും ജലാംശങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മൊരിഞ്ഞൊക്കെ അങ്ങോട്ട് പോകണം. കരിഞ്ഞല്ല, മൊരിഞ്ഞ് പോകണം. അപ്പോൾ അതൊക്കെ എല്ലാം മൊരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ സംഭവം എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ തിളച്ചൊക്കെ മാറിയുന്നുണ്ട്. ഇനിയാണ് നമുക്ക് നമ്മളുടെ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ചാർ പൊടി നല്ലത്, അതായത് നല്ല ക്വാളിറ്റിയുള്ള അച്ചാർ പൊടി കിട്ടുമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതായത് ഈ പൊടിച്ചെടുക്കുക, അതിലൊക്കെയാണ് നല്ലത്. ഒരു പാക്കറ്റ് അച്ചാർ പൊടി മേടിക്കുന്നതാണ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഇവിടെ നല്ല അച്ചാർ പൊടി കിട്ടും, അതായത് ഇവിടുത്തെ കുടുംബശ്രീക്കാരുണ്ടാക്കുന്ന അച്ചാർ പൊടി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഏത് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാലും. അപ്പോൾ ഇത് അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മളുടെ പാവക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ പാവക്കയും കൂടി ഇട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അല്പസമയം ഒന്ന് ചെറിയ തീയിലൊന്ന് വെച്ചേക്കണം. കാരണം അതൊന്ന് പിടിച്ചു വരാനായിട്ടൊക്കെ ഇത്തിരി കാലതാമസം എടുക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു സംഭവം പറഞ്ഞു തരാം കേട്ടോ. ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് രാത്രിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രാത്രി ഉണ്ടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുപ്പിയിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഈ ചട്ടിയിലേക്ക് ചോറിട്ടിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ കഴിച്ചു നോക്കാൻ നേരത്ത് ഒട്ടും കയ്പുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, വിനാഗിരിയുടെ പുളിയും അതേപോലെ തന്നെ ഈ പാവക്കടയൊക്കെ ആ നേരിയ രുചിയും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന അച്ചാർ പോലെയൊന്നും ആയിരുന്നില്ല, ഒരു പ്രത്യേക രുചി. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നി. അങ്ങനെ ഒന്ന് കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു, വളരെ നല്ലതായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് കഴിക്കാനല്ല കേട്ടോ, അച്ചാറിലേക്ക്. അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നല്ല കംപ്ലീറ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് കായപ്പൊടി ഇട്ട് കൊടുത്തത്. അങ്ങനെ കായപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നൊക്കെ ഈ ഫൈനൽ ടൈമിൽ നമുക്ക് നോക്കാം. അങ്ങനെ എല്ലാം ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ മൂടി വെക്കാം. ഇനി മൂടി വെച്ച് ചാറൊക്കെ ഒന്ന് കുറുകി, ചാറിന് കുറുകാനൊന്നുമില്ല, ഇനി ആ ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുറുകിയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ പരിപാടിയെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുപ്പിയിലടച്ച് മാറ്റി വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പാവക്കച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കയ്പില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ അല്ലു.